ടോവിനോയ്ക്ക് പകരം അതിരടിയിൽ മറ്റൊരു നടനെയാണ് ആദ്യം കാസ്റ്റ് ചെയ്തത്, ബേസിൽ ജോസഫ്. നവാഗതനായ അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്യുന്ന അതിരടി എന്ന ചിത്രത്തിൽ ബേസിൽ ജോസഫ് നായകനായും ടോവിനോ തോമസ് പ്രതിനായകനായും എത്തുന്നു. മിന്നൽ മുരളിക്ക് ശേഷം ഇരുവരും ഒന്നിക്കുന്ന ചിത്രമാണിത്. ബേസിൽ ജോസഫിനെ നായകനാക്കി നവാഗതനായ അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്യുന്ന അതിരടി നാളെ തിയേറ്ററുകളിൽ എത്തുകയാണ്. ബേസിലിനൊപ്പം ടോവിനോ തോമസും ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. സാംകുട്ടി എന്ന കഥാപാത്രമായി ബേസിൽ എത്തുമ്പോൾ ശ്രീകുട്ടൻ വെള്ളായണി എന്ന വില്ലൻ കഥാപാത്രമായാണ് ടോവിനോ ചിത്രത്തിലെത്തുന്നത്. സിനിമയുടേതായി പുറത്തുവിട്ട ട്രെയിലറിന് മികച്ച പ്രശംസകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ ടോവിനോയുടെ കഥാപാത്രത്തെക്കുറിച്ച് ബേസിൽ പറഞ്ഞ വാക്കുകളാണ് ചർച്ചയാവുന്നത്. ടോവിനോയ്ക്ക് പകരം മറ്റൊരു നടനെയായിരുന്നു ആ കഥാപാത്രത്തിലേക്ക് ആലോചിച്ചിരുന്നത് എന്നാണ് ബേസിൽ പറയുന്നത്. എന്നാൽ പിന്നീടാണ് എന്തുകൊണ്ട് ടോവിനോയെ കൊണ്ടുവന്നുകൂടാ എന്ന ചിന്ത വന്നതെന്നും ബേസിൽ പറയുന്നു. ആദ്യം സിനിമയിൽ വില്ലൻ ക്യാരക്ടറിലേക്ക് വേറെ ഒരാളെയായിരുന്നു കാസ്റ്റ് ചെയ്തിരുന്നത്. പിന്നെ നമ്മൾ ഒരു പോയിന്റ് എത്തിയപ്പോൾ എന്തുകൊണ്ട് ഈ വേഷം ടോവിനോ ചെയ്തുകൂടാ, അവൻ ചെയ്താൽ രസമായിരിക്കില്ലേ എന്ന് തോന്നി. അവൻ ഇതുപോലെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്തിട്ടില്ല, അപ്പോൾ അവനെ കൊണ്ടുവന്നു. അപ്പോൾ ആ ക്യാരക്ടറിന് വേണ്ടി സ്ക്രിപ്റ്റിൽ കുറച്ചുകൂടെ റീവർക്ക് ചെയ്തു. അവനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിനുള്ള ജസ്റ്റിസ് ചെയ്യണമല്ലോ. നമ്മളെ വിശ്വസിച്ച് ഒരാൾ വരികയാണ്. അതുമാത്രമല്ല, ടോവിനോയെപ്പോലൊരു സ്റ്റാർ ആണ് വില്ലൻ റോൾ ചെയ്യാൻ വരുന്നത്. അപ്പോൾ വെറുതെ ഒരു കാസ്റ്റിംഗ് ആയിട്ട് മാത്രം നമ്മൾ അതിനെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അവനും കൂടെ വേണ്ടി കുറച്ചുകൂടെ നന്നായി എഴുതി. അങ്ങനെ മെല്ലെ മെല്ലെ വലുതായി വന്നതാണ്. അതൊരു ഭയങ്കര ഓർഗാനിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. റിപ്പോർട്ടറിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ബേസിലിന്റെ പ്രതികരണം. കോളേജ് സ്റ്റോറിയാണ്, പക്ഷെ നമ്മുടെയൊക്കെ കോളേജ് ലൈഫ് നമുക്ക് ഓർമ്മ വരും. പിന്നെ സിനിമ ബേസിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കതിൽ എല്ലാ കോമഡിയും എനിക്ക് വർക്കായിട്ടുണ്ട്. പിന്നെ അടിപൊളി വില്ലൻ ടോവിനോ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ബെസ്റ്റ് എന്ന് വില്ലൻ കിടലിനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ സെറ്റ് പടമായിട്ട് തോന്നും. ഇമോഷണലി ബാലൻസ്ഡ് ആണ് നമുക്ക് തന്നെ. അത് പിന്നെ വിഷ്ണു, പിന്നെ ദർശന, പിന്നെ സെറിൻ, ഡെലൂലു എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് മസ്റ്റ് തിയേറ്റർ വാച്ച് ആണ്. അപ്പോൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം, എന്നാലാണ് നമുക്ക് ആ മാസ് കിട്ടുള്ളൂ. താങ്ക് യു. അടിപൊളി മൂവിയാണ്. പ്രതീക്ഷേനെക്കാട്ടി അടിപൊളിയായിരുന്നു. നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്. അതുപോലെ തന്നെ മസ്റ്റ് വാച്ച് മൂവിയാണ്. അപ്പോൾ കോളേജ് സ്റ്റുഡൻസിനാണെങ്കിലും നന്നായി റിലേറ്റബിൾ ആവുന്ന ഒരു മൂവിയാണ്. മസ്റ്റ് വാച്ച് ആണ്. വില്ലൻ അടിപൊളി, ഒന്നും പറയാനില്ല. ഒട്ടും പ്രതീക്ഷയില്ല, പക്ഷെ അടിപൊളി, നന്നായി അഭിനയം, നല്ല അടിപൊളി. എൻ്റർടൈൻമെൻ്റ് ആണ്. ഇല്ല ഇല്ല ഇല്ല, ലാഗൊന്നുമില്ല. ടൈം പോയത് അങ്ങനെ അറിഞ്ഞൊന്നുമില്ല. അടിപൊളി മൂവിയാണ്. രണ്ടുപേരും അടിപൊളിയാണ്. ആശീനൊന്നും കൂടി ഇഷ്ടമായി. ഡെലൂല് അടിപൊളിയാണ്. പിള്ളേരുടെയും എല്ലാം ഭയങ്കര ഫുൾ ഓൺ എന്റർടൈനിങ് ആണ്. ഭയങ്കര സൂപ്പറാണ്. ബേസിലെ പടമാണല്ലോ, നമുക്കൊരു നാച്ചുറൽ കോമഡി ചെയ്യാനുള്ള പുള്ളി. അപ്പോൾ അതുകൊണ്ട് പുള്ളിയുടെ ചില മാനറിസസും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഇതിനകത്തുള്ള ക്യാമിയോ ഒന്നും പറയാനുള്ള, പക്ഷെ ക്യാമിയോ കണ്ടോ അവരും പൊളിച്ചിട്ടുണ്ട്. എന്തോ ഫാമിലി എന്റർടൈനറാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഫാമിലി എന്റർടൈനറാണ്. എല്ലാവർക്കും കാണാം. പിന്നെ കോളേജിൽ പഠിച്ച എല്ലാവർക്കും ഈ എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു തിരിച്ച് കോളേജ് ലൈഫിലേക്ക് പോകാം. എന്തോ എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ടീം അതിരടി. സൂപ്പർ, എല്ലാരും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. കോമഡി ഉണ്ട്, ഹ്യൂമർ ഉണ്ട്, അടിയുണ്ട്. ടോവിനോ ബേസിലും ഇഞ്ചോടിഞ്ച് ഇല്ല. ഓക്കെ, സന്തോഷം. ഭയങ്കര നല്ല രസമുള്ള സിനിമ കേട്ടോ. ലൈക്ക് ത്രൂ ഔട്ട് എൻ്റർടൈനറാണ്. ടോപ്പ് ടു എൻഡ് വരെ ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്യിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത്. ആൻഡ് കോമഡി ആയാലും ഫൈറ്റ് ആയാലും കംപ്ലീറ്റ് ഭയങ്കര രസമായിട്ട്. അതുപോലെ ഷാൻ ചേട്ടൻ, വിനീതേട്ടൻ, ടോവിനോ ചേട്ടൻ, ബേസി ചേട്ടൻ എല്ലാവരും മറ്റേ മത്സരിച്ച് അഭിനയിച്ച് തകർത്തിട്ടുണ്ട്. അയ്യോ, അതൊന്നും പറയാനല്ല. എന്താ വില്ലനും തൂക്കി നായകനും തൂക്കി. ആക്ച്വലി രണ്ടുപേരും ഒരുമിച്ച്
കോമഡി പ്ലസ് അടി അങ്ങനെയാണ്. ഇല്ല, ഒരു ലാഗും ഇല്ല. നമ്മളിങ്ങനെ ക്യൂരിയോസിറ്റിയിൽ ഇങ്ങനെ നിർത്തും. നല്ലതായിരുന്നു. സിനിമയിലെ സസ്പെൻസുകളൊക്കെ കണ്ടിട്ട് എന്ത് തോന്നി? ആ ഫസ്റ്റ് പ്രീമിയർ കാണാൻ വരാനുള്ള ഒരു ഇത് എന്തായിരുന്നു? തൊര എന്തായിരുന്നു? ഇവരുടെ ഇന്റർവ്യൂസ് ഒക്കെ ഭയങ്കര രസമായിരുന്നു, ഭയങ്കര കോമഡി ആയിരുന്നു ആക്ച്വലി. അപ്പോൾ അത് കണ്ടപ്പോൾ ലൈക്ക് ഓക്കെ എങ്ങനെ ഉണ്ടാവും കോംബോ എന്നുള്ളതും കൂടി ആഗ്രഹം ഉണ്ടായിരുന്നു കാണാനായിട്ട്. അതാണ് ഞാൻ പ്രീമിയർ കാണാൻ എന്തായാലും വരാമെന്ന് വെച്ചത്. താങ്ക് യു. വിനീത് ശ്രീനിവാസനും പിന്നെ ഒരു സർപ്രൈസ് എൻട്രി ഉള്ള ഒരു വ്യക്തിയും അത് എല്ലാവരും കൂടെ ചേർന്നപ്പോൾ തന്നെ ഈ ഒരു ചിത്രം ഒരു നല്ലൊരു സദ്യ കണ്ട ഒരു ഫീലാണ്. തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകരെ, പ്രത്യേകിച്ച് ടീനേജ് അവർക്ക് അവരെ കോളേജ് ലൈഫ്, അതുപോലെ ഇപ്പോഴുള്ള തന്നെ പഴയ ആളുകൾക്കും ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്നൊരു ചിത്രം തന്നെയാണ്. പിന്നെ ഈ ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഒട്ടും ചിരി ഇല്ലാതെ നമ്മൾ കണ്ടു തീർക്കില്ല. അത് നല്ല ഉഗ്രൻ സ്ക്രിപ്റ്റ് വർക്കാണ് അതിൽ നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സംവിധായകൻ ഇനി മലയാള സിനിമയുടെ ഒരു ഭാവി വാഗ്ദാനമായി തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിലോട്ട് ഡൗട്ടില്ല. പിന്നെ ഈ ഒരു ചിത്രം അതിരടി എന്ന് പറയുന്ന ചിത്രം കേരളം മുഴുവൻ അലയടിക്കും. തീർച്ചയായിട്ടും നല്ലൊരു ചിത്രം. നല്ല മൂവിയായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട്. കാരണം അടിപൊളിയാണ്. നമ്മെ കുറേ അത്ര എക്സ്പെക്ട് ചെയ്യാണ്ട് വന്നത്, പക്ഷെ നോക്കിക്കഴിഞ്ഞപ്പോഴും അടിപൊളി. നല്ല എന്റർടൈൻമെന്റ് ആണ്, നല്ല കോമഡിയാണ്, നല്ല ആക്ഷനാണ്. അടിപ്പടം അല്ല, അടിപ്പടമാണൊക്കെ ക്യാമ്പസ് എന്റർടൈൻ. നമുക്ക് വില്ലൻ ടൊവിനോ ആണെങ്കിലും പക്ഷെ നന്നായിട്ട് അഭിനയിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം കണ്ടോണ്ടിരിക്കാനായിട്ട് അടിപൊളിയാണ്. ഓക്കെ, താങ്ക് യു. ഷാൻ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഇല്ലേ, പുള്ളി നമ്മുടെ ഇന്നസെൻ്റിൻ്റെ ഒരു എനിക്ക് ഇത് തോന്നി. ആ ഒരു സ്റ്റേജിലും തന്നെ കയറുന്ന സീൻ, കാരണം അത്രയ്ക്ക് പെർഫോമൻസ്. ഇതിൻ്റെ ക്ലൈമാക്സ് വില്ലനൊക്കെ, അതായത് ടൊവിനോക്ക് കിട്ടിയേക്കുന്ന കഥാപാത്രം വ്യത്യസ്ത കഥാപാത്രമാണ് ഇപ്പോഴത്തെ. നല്ല റോള്. നമുക്ക് പടത്തിൻ്റെ ഇൻ്റർവ്യൂ വരെ നമുക്കൊന്നും എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷേ ഇത് ക്ലൈമാക്സ് അടിച്ച് പൊളിച്ച്. കാരണം വാഴ 2 പോലെ തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ, കാരണം കുറേ ഹൃദയസ്പർശിയായിട്ടുള്ള കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അമ്മയും മോനും അത് നല്ല എൻ്റർടൈൻമെൻറ്റ്, സൂപ്പറായിട്ട്. അടിപൊളി പടം, സൂപ്പറായിരുന്നു. അതെ അതെ, അടിപൊളിയാണ്. ചേട്ടനായിട്ട് മിക്കവാടും കാണണം. മിക്കവാടും ഞങ്ങൾ ഒരുമിച്ചാണ്. നല്ല ഇടിപടം. പിന്നെ ഇത് ഇടിപടം ഇടിയുണ്ട്, എല്ലാം ഉണ്ട്. അത് ഉണ്ട്. അതെ അതെ, എന്തായാലും എല്ലാവരും ധൈര്യത്തോടെ പോയി കണ്ടു. സൂപ്പറാണ്. സൂപ്പർ, ഇഷ്ടപ്പെട്ടു. അടിപൊളി പടമാണ്, എല്ലാരും പോയി കാണാം. എന്തോ ക്യാമ്പസ് ലൈഫ് എന്റർടൈൻമെന്റ് എല്ലാം ഉണ്ട്. ക്യാമിയോ അടിപൊളി, വിനീതേട്ടൻ, ഷാൻ റഹ്മാൻ എല്ലാം അടിപൊളി. അല്ലേ, അയ്യോ ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. മൂവിയാണ്. തിയേറ്ററിൽ തന്നെ എല്ലാവരും വന്ന് കാണണം. ഭയങ്കര അടിപൊളി. അത്യാവശ്യം തിയേറ്റർ തൂക്കി. അതെ. ആ കോംബോ ഒക്കെ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. ഒരുപോലെ വർക്കായി. എനിക്ക് എല്ലാം നല്ല ബാലൻസിന് പോവുകയും ചെയ്തു. എന്താ പറയാ, ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ ക്യാമിയോ അതൊന്നും പറയല്ലേ, നിങ്ങൾ കാണണം, കണ്ടു പറ്റും. അടിപ്പട അങ്ങനെയൊന്നുമല്ല ഇത്. എന്താ പറയാ, ഇത് മൊത്തം എല്ലാം ഉള്ള, എന്താ ഹ്യൂമർ ആണെങ്കിലും എന്താ പറയാ ഇമോഷൻ ആണെങ്കിലും എല്ലാം ഉള്ളൊരു പടമാണ്. ഒരു നല്ലൊരു ഫീൽ ഗുഡ് പടമാണോ ചോദിച്ചാണ്, ഒരു കോളേജ് വൈബ് ആണോ ചോദിച്ചാണ്, എല്ലാം ആണ്. ലാസ്റ്റ് അതൊരു കോൺസെർട്ടും ഉണ്ട് ലാസ്റ്റ്. ഭയങ്കര രസമാണ്. അത് നിങ്ങൾ കാണുക. 10/10 ആണ്. അത് എന്തായാലും കണ്ടേ വെച്ചു. ഇത് മറ്റാളെ പിടിച്ചിട്ട് വീടുന്നു.
സൗണ്ട് കേട്ടോളൂ. റിയ ഉണ്ട് റിയ ഉണ്ട്, വിനീത് ശ്രീനിവാസൻ അതുപോലെ.